2019 ടാറ്റ പഞ്ച് എന്ന് പറഞ്ഞ വാഹനം നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം വളരെയധികം മാറ്റങ്ങൾ ടാറ്റയ്ക്ക് കൊടുത്ത ഒരു വാഹനമാണ്. 2026 7 ലക്ഷത്തിൻ്റെ അടുത്ത് യൂണിറ്റുകൾ, 7 ലക്ഷത്തിൽ അധികം യൂണിറ്റുകൾ വിറ്റ എന്ന റെക്കോർഡുമായിട്ടാണ് ടാറ്റ പഞ്ച്. ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിനോടൊപ്പം തന്നെ നമുക്ക് പുതിയ കുറച്ച് കളർ കൂടെ വന്നിട്ടുണ്ട്. ഒരു 4 കളർ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, നേരത്തെ ഉള്ള കളർ കൂടാതെ. അപ്പോൾ ഈ കളറൊക്കെ അതിനകത്ത് പെടുന്നതാണ്. ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ യെല്ലോ കളർ വന്നിട്ടുണ്ട്, ഒരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുതിയ കളറായിട്ടാണ് പുതിയ പഞ്ച് വന്നിരിക്കുന്നത്. മാറ്റങ്ങളുണ്ട് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഡിസൈൻ വൈസ് മാറ്റങ്ങളാണ് കുറച്ച് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് നല്ല രീതിയിലുള്ള എലമെൻറ്റിൽ ചേഞ്ച് വന്നു. അതുപോലെ 49 mm നീളത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നു. ഇൻറ്റീരിയറിൽ കാര്യമായ ചേഞ്ച് നമുക്ക് കംഫർട്ടിനകത്തും സ്റ്റൈലിനകത്തും സേഫ്റ്റിക്കകത്തും അങ്ങനെ കുറേ മാറ്റങ്ങൾ, ഒരു ബോൾഡ്നെസ്സിനകത്തൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടാണ് പുതിയ പഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റീരിയറിൽ ആദ്യം വന്നിരിക്കുന്ന മാറ്റം, ആദ്യം നമുക്ക് വേരിയൻ്റ് ഒന്ന് നോക്കാം. നേരത്തെ ഉണ്ടായിരുന്ന വേരിയൻ്റ് പോലെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, പ്യുവർ ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, അക്കംപ്ലിഷ് ഉണ്ട്. പിന്നെ വണ്ടിയോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിൻ. നമുക്ക് CRIയിലും ഹാരിയറിലും സഫാരിയിലും ഒക്കെ ഒരു ടർബോ പെട്രോൾ വന്നു. ആ ഒരു എഞ്ചിൻ്റെ അത് 1.5 ആണ്, പക്ഷേ ഇത് 1.2 ലിറ്റർ വരുന്ന പെട്രോൾ ഓപ്ഷനാണ് ഇത് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 120 BHP പവർ, 170 തന്നെ ടോർപ്പാണ് ആ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ്. അപ്പം കുറച്ചുകൂടി അഗ്രസീവായിട്ട് നമ്മുടെ ടാറ്റ പഞ്ച് കൊണ്ട് നടക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് CNGയിൽ AMD ട്രാൻസിഷൻ വന്നു. അതും ഒരു പുതിയ കാര്യമാണ് ഈ പഞ്ചിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫ്രണ്ടിലെ ലുക്കിൽ മാറ്റം വന്നു. ഒരു ഹുഡ് സൈഡിൽ ഡിസൈൻ വലിയ മാറ്റമില്ലെങ്കിലും ഈ ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കർവ് ചെയ്ത ഭാഗമായിരുന്നെങ്കിൽ അത് മാറിയിട്ട് പുതിയൊരു എലമെൻറ്റും ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇപ്പോൾ DRലാണ് ഈ കാണുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, ടാറ്റയുടെ ലോഗോ, ഇതാണ് ഈ ഒരു ഭാഗത്ത്. ഇവിടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി മാറി. ഈ ഒരു പോർഷനും ഈ ഒരു ബമ്പർ പോർഷനും കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെ പറയാം. ഹെഡ് ലാമ്പ് മാറി. ഹെഡ് ലാമ്പ് പുതിയ ഹെഡ് ലാമ്പാണ്, LED ഹെഡ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് തൊട്ട് താഴെ വരുന്നുണ്ട്. ഇവിടെ ഒരു എയർ കട്ടർ പോർഷനുണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റം. ഇനി നമ്മുടെ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോൾ ഗ്രില്ല് മാറിയിട്ടുണ്ട്. 360 ക്യാമറ വന്നിട്ടുണ്ട്. അഡാസിൻ്റെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഡാസ് നിലവിൽ വണ്ടി അവൈലബിൾ അല്ല, എങ്കിലും അതിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് എലമെൻറ്റിലും മാറ്റം, വീലിൽ മാറ്റം വന്നു. ഒരു പുതിയ അലോയ് വീലാണ് നമുക്ക് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഈ വീലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ അലോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് വീൽ സൈസ് വരുമ്പോൾ 16 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ അങ്ങനെ കാര്യങ്ങളൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ്. ക്ലാഡിങ്ങിൻ്റെ വലിപ്പം കുറഞ്ഞു എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ തിന്നായിട്ടുണ്ട് ക്ലാഡിങ്. അതുപോലെ മിറർ സൈഡിൽ മാറ്റങ്ങളൊന്നുമില്ല, സെയിം വലിപ്പം തന്നെ. ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് നമുക്ക് വണ്ടിയുടെ വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോർ ഹാൻഡിൽ മാറ്റമില്ല. 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ് ഉണ്ട്. ഇതൊക്കെ നേരത്തെ നമുക്ക് ഈ ഒരു പഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു ഡോർ സൈഡിലും റണ്ണിങ് ബോർഡിൻ്റെ സൈഡിലും ക്ലാഡിംഗ് ഉണ്ട്. അത് നേരത്തെ ഉള്ള കാര്യമാണ്. റൂഫിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ടോപ്പിൻ്റെ വരുമ്പോൾ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കളറിലാണ് നമുക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബെഡ് ലൈൻ ഭാഗത്ത് ക്രോം ഫിനിഷ് ഇല്ല, ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു എക്സ്ട്രാ എഡിഷൻ നമുക്ക് അവിടെ കിടപ്പുണ്ട്, HBX എഡിഷൻ. അതിനകത്ത് ബെഡ് ലൈനിൽ ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്യൂൽ ടാങ്ക് കാണാം, നമുക്ക് പെട്രോൾ വെർഷനാണുള്ളത്. പിന്നെ അഡീഷണൽ CNG വെർഷനും ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്ക് 193 mm ആണ് വരുന്നത്. ഇനി അതുപോലെ ടാങ്ക് 37 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഡോർ ഓപ്പണിങ്ങിനൊന്നും മാറ്റമൊന്നുമില്ല, നേരത്തെ ഉള്ള രീതിയിൽ തന്നെയാണ് ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അകത്ത് നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ, നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് സീറ്റൊക്കെ. അതുപോലെ ബാക്കിൽ വരുമ്പോഴത്തേക്ക് മാറ്റം ഉണ്ട് എന്ന് തന്നെ പറയാം. ഒരു സ്പോയിലർ ഒരു മാറ്റ് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. രസമുള്ള ഒരു സ്പോയിലറാണ്, ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറാണ്. സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ, വൈപ്പർ അങ്ങനെ എലമെൻ്റ് എല്ലാം കാണാം. പിന്നെ കണക്റ്റഡ് ടെയിൽ ലാമ്പ് കുറച്ചുകൂടെ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു സൈഡ് എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ പഴയ ടെയിൽ ലാമ്പുമായിട്ട് മാച്ചിങ് ഉണ്ട്, എങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് യാതൊരു മാച്ചിങ്ങും ഇല്ല. കുറച്ചുകൂടെ ഡിസൈൻ വൈസ് മാറ്റം വന്നു, സ്ട്രക്ചർ വൈസ് മാറ്റങ്ങൾ വന്നു. ടാറ്റയുടെ ലോഗോ കാണാം. ക്യാമറ ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചിൻ്റെ ലോഗോ കാണാം. ഇത്രയേ ഉള്ളൂ. പിന്നെ സ്കിഡ് പ്ലേറ്റിൽ മാറ്റം വന്നു, ബമ്പറിൽ മാറ്റം വന്നു. ഇത്രയാണ് ബാക്കിൽ വന്നിരിക്കുന്ന മാറ്റം. ബൂട്ടൊന്ന് തുറക്കാം. 210 ലിറ്ററും 366 ലിറ്ററുമാണ് ബൂട്ട് വരുന്നത്. വെച്ചാൽ CNG വരുമ്പോഴത്തേക്ക് ബൂട്ട് സ്പേസ് കുറയും. എന്ന് വെച്ചാൽ ഈ ഒരു തട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് 210 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫുള്ളി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമുക്ക് ബാക്കിലെ കാര്യം. സ്പെയർ വീൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പ്രോപ്പർ സ്പെയർ വീലായിട്ടുണ്ട്. ഡോർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് ഒരു ബീച്ച് കോമ്പിനേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്, മിറർ കൺട്രോൾസ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ഒരു ഗ്രേ ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ രസമുണ്ട്, ഭയങ്കര അഴുക്കുപിടിച്ചിരിക്കാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സ്പീക്കർ വരുമ്പോൾ 4 സ്പീക്കറും 4 ട്യൂട്ടേഴ്സുമാണ് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് വരുന്നത്. ടോപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബേസ് വേരിയൻറ്റ് കുറച്ച് വേരിയേഷൻസ് വരും, എങ്കിൽ പോലും ബേസ് വേരിയൻറ്റ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഇത്തവണ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു അംബ്രല്ല ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ സ്പേസ് കാണാം. രണ്ടും ബോട്ടിൽ സ്പേസ് എന്ന് പറയാം. ഇതാണ് ഡോർ സൈഡിലുള്ള കാര്യങ്ങൾ. ഇനി സീറ്റിൽ കുറച്ച് കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ട് പറയാനുണ്ട്. സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സാധാരണ നമ്മൾ ഇത് ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാറാണ് പതിവ്. എങ്കിൽ ഇത്തവണ
കമ്പനി തന്നെ തൈ സപ്പോർട്ട് ടെസ്റ്റിൽ അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് വന്നു. വിങ്സ് ഒക്കെ നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിങ്സ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇരുന്ന് കാണിച്ചു തരാം. സീറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ട് നേരത്തെ പഞ്ചിനെ കാട്ടി. അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ്. തൈ സപ്പോർട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. പക്ഷേ ഓരോരോ എലമെൻറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രീമിയം ആയിട്ടുണ്ടെന്ന് പറയാം. പഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ സ്മാർട്ടറാണ്, ഫാസ്റ്ററാണ്, ബോൾഡറാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ പഞ്ചിലേക്ക് വരുമ്പോൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളായിട്ട് ഇത്രത്തെ കുറേ എലമെൻറ്റ് വണ്ടിയിലേക്ക് ആഡ് ഓൺ ആയത്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. ഇവിടെ നമുക്കൊരു വാലറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. AC ഇവൻറ്റിൻ്റെ പാർട്ടിയാണ്. ഈ ഒരു ഡാഷ്ബോർഡ് സ്ട്രക്ചറൊക്കെ പഴയ തന്നെയാണ്. അത് ഫേസ് ലിഫ്റ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളല്ല കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ബേസ് വേരിയൻ്റ് തൊട്ട് വരുന്നത്. ഈ ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് ആണ് നമുക്ക് അവൈലബിൾ. ഫംഗ്ഷൻസിൻ്റെ കുറച്ച് വേരിയേഷൻസ് മാത്രമേ നമുക്ക് വേരിയൻറ്റ് ബേസ് വരത്തുള്ളൂ. അതുപോലെ ലെതറൈറ്റ് ഫിനിഷ് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് എൻഡിലേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അത് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ബേസിക് സെറ്റിങ്സ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. 7 ഇഞ്ചാണ് നമുക്ക് ക്ലസ്റ്റർ വരുന്നത്. LED പ്ലസ് ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അങ്ങനെ ഒരു മിക്സഡ് ലേ ഔട്ടാണ് നമുക്ക് ക്ലസ്റ്റർ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ്, ഫോൺ കൺട്രോൾസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റിയറിംഗിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതുകൊണ്ടാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഐടർബോയിൽ കിട്ടില്ല. നോർമൽ 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് കിട്ടുന്നത്. പെട്രോളിലും കിട്ടും, അതുപോലെ CNG കിട്ടും. CNG ആദ്യമായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ഓട്ടോമാറ്റിക് AMD ട്രാൻസ്മിഷൻ വരുന്നത് എന്നുള്ളൊരു പ്രത്യേകം കൂടി നമ്മുടെ പഞ്ചിന് അവകാശപ്പെടാനുണ്ട്. ഇത് നമുക്കിനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ 10.25 ഇഞ്ചാണ് സ്ക്രീൻ സൈസ് വരുന്നത്. കണക്റ്റഡ് ഫീച്ചേഴ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ, ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീനായിട്ടാണ് നമുക്ക് ഈ ഒരു സ്ക്രീൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു റഫ് ഫിനിഷ് ഉണ്ട്, ഇപ്പോഴും അത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അഴുക്ക് പിടിച്ചിരിക്കാനുള്ള ചെറിയ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ അത് മാറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അതിന് മാത്രം മാറ്റം വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഗ്ലൗ ബോക്സ് അടിയിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് 2 തട്ടുകളായിട്ട് നമുക്ക് ടിയാഗോയ്ക്കായാലും പഞ്ചിനായാലും എല്ലാം ഈ ഒരു പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആണ്. അത്യാവശ്യം നല്ല ഗ്ലൗ ബോക്സ് തന്നെയാണ് കേട്ടോ. സെൻറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കോസ്മെറ്റിക് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു കൺസോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഫെദർ ടച്ചാണ് ത്രൂ ഔട്ട് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം. അതിനകത്ത് 2 കീസാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും, ഒന്ന് ഫാനിൻ്റെ കൺട്രോൾ. ബാക്കിയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കീസാണ് വരുന്നത്, ഫെദർ ടച്ച് കീസാണ് വരുന്നത്. താഴെയായിട്ട് നമുക്ക് 2 സീപോർട്ടുണ്ട്. ഒന്നൊരു നോർമൽ സീപോർട്ടും ഒന്നൊരു ഫാസ്റ്റ് ചാർജ് 65 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് വരുന്നത്. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ ചാർജ് വയർലെസ് ചാർജർ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കീ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ കീ തന്നെ. കീക്കകത്ത് വലിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. ലോക്ക്, അൺലോക്ക്, നമ്മുടെ ഫോളോ മീ ഫംഗ്ഷൻ്റെ ലാമ്പിൻ്റെ ഫംഗ്ഷൻ വരുന്നുണ്ട്. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇത്രയാണ് കീയിൽ വരുന്നത്. ഇത് AMD ആണ് ഗിയർ ബോക്സ് വരുന്നത്. റിവേഴ്സ് ന്യൂട്രൽ എന്നാണ് കൊടുത്തേക്കുന്നത്. എനിക്കൊന്ന് ഡ്രൈവിൻ്റെ പകരമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് മാനുവലും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് പറഞ്ഞാൽ മാനുവലിൽ എടുത്തോണ്ട് നമുക്ക് പ്ലസും മൈനസും ചെയ്യാം. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് നമുക്ക് മാനുവൽ വണ്ടി ഓടിച്ചാലേ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. പക്ഷേ മാനുവൽ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കലി മാനുവലായിട്ട് ഓടിക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആംബ്രസ്റ്റ്, ഒരു ചെറിയ സ്ലീക്കായിട്ടുള്ള ആംബ്രസ്റ്റാണ്. ഒരു ഫാബ്രിക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. ലൈറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ റിയർ വ്യൂ മിറർ വന്നിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിമ്മിങ് ഫംഗ്ഷനുണ്ട് അതിനകത്ത്. ലൈറ്റ് വൈറ്റ് LED ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അഡീഷണൽ വന്നിരിക്കുന്ന കാര്യം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു SOS സ്വിച്ച് വന്നിട്ടുണ്ട് കോൾ ചെയ്യാനായിട്ടുള്ള. അതൊരു എമർജൻസി അസിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ സൺറൂഫിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൈസേഴ്സ് കാണാം. ഇവിടെ മിററുണ്ട്. ഈ സൈഡിൽ മിററില്ല, ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. റിയർ സൈഡിലേക്ക് വരുമ്പം നമുക്ക് ഇരിക്കാനുള്ള കംഫർട്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് സീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തവണ. കാരണം സീറ്റിൻ്റെ കുഷനിങ് ഒക്കെ ഒരു പ്രീമിയം രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രീമിയം രീതി മാത്രമല്ല ഭയങ്കര കംഫർട്ട് തരുന്നുണ്ട്. ബാക്കിലും തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നല്ല കാര്യമായിട്ട് തോന്നി. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സീറ്റിൻ്റെ ബാക്കിലുള്ള സ്കൂപ്പുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റാണ് കേട്ടോ. ഈ സീറ്റ് കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാം. അതുപോലെ ബാക്കിൽ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലുള്ള പാസഞ്ചേഴ്സ് കംഫർട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ 15 വാട്ടിൻ്റെ ഒരു ചാർജിങ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ്. ഇനി റൂഫിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടിക്ക് ലെങ്തിനകത്ത് ഒരു 49 mm ലെങ്ത് വേരിയേഷൻ വന്നത്. അത് ബമ്പറിനകത്ത് വന്നിരിക്കുന്ന വേരിയേഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ലെങ്തിൽ വേരിയേഷൻ വന്നിരിക്കുന്നത്. ബാക്കി 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റാണ് ബാക്കിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് പറയാം. എഞ്ചിൻ വരുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഐടർബോ വന്നിട്ടുണ്ട്. നമ്മുടെ CRIയിലും അതുപോലെ ഹാരിയറിലും ഒക്കെ വന്ന പോലത്തെ പുതിയ എഞ്ചിൻ. അതിൻ്റെ കുറച്ച് അത് 1.5 ആണെങ്കിൽ ഇത് 1.2 ലിറ്റർ വരുന്ന എഞ്ചിനാണ്. ഇത് ആക്ച്വലി ആ എഞ്ചിനല്ല.
നമ്മുടെ നോർമൽ 1.2 ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ കാണുന്നത്. പവർ 115 ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, മാനുവലും ഓട്ടോമാറ്റിക് നമുക്ക് AMD ആണ് വരുന്നത്. അതാണ് ഈ ഒരു എഞ്ചിൻ. ഇനി നമുക്ക് ടർബോ നമുക്കൊരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. ടർബോ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് കുറച്ച് അഗ്രസീവായിട്ട് ഓടിക്കാൻ താല്പര്യമുള്ള ടർബോ എഞ്ചിൻ വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് 170 ന്യൂട്ടൺ ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ 120 bhp ആണ് അതിൻ്റെ പവർ വരുന്നത്. അതിനകത്ത് നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ നമുക്ക് നിലവിൽ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടല്ലോ, അതിൻ്റെ CNG വെർഷൻ നമുക്ക് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്.